ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് മീൻസ് ഞാനിപ്പം കുറച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളും എങ്കിൽ കൂടി അത്ര ഹാപ്പി ആയിട്ട് പഠിക്കണു എന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പം നല്ല ബേൺ ഔട്ടാണ്, ടെൻഷനാണ്, പോർഷൻസൊക്കെ ഇനിയും കവർ ചെയ്യാനുണ്ട്. അതൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ ഓവർ തിങ്കിങ്ങും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നല്ല ബേൺ ഔട്ട് ആവുക, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. അറിയാലോ, എക്സാമൊക്കെ ആകുമ്പോഴത്തേക്ക്, എക്സാം അടുത്ത് വരുമ്പോഴത്തേക്ക് അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകതരം ക്ഷീണവും തളർച്ചയും ബേൺ ഔട്ടും ഇനി എന്ത് കൂടുതൽ ഓവർ തിങ്കിങ്, ഇതൊക്കെ നാച്ചുറലാണ്. ഇതൊക്കെ ഞാൻ 10th വരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 10th ശേഷം ഈവൻ ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ നോക്കി കാണുമല്ലോ, അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ഒരു പോയിന്റിൽ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എനർജിയും സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമുക്ക് പലർക്കും ഇതൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ UPSC ഒക്കെ ക്ലിയർ ചെയ്ത്, ഈവൻ CA ക്ലിയർ ചെയ്ത്, ഇപ്പം ഞാൻ ക്ലിയർ ചെയ്ത ടൈമിലൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും ഒരുപാട് അപ്പ് ആൻഡ് ഡൗണിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഇതെന്നെക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ല, ഹാർഡ് വർക്ക് ചെയ്യണോ എന്ന തോട്ടിൽ ഞാനത് അവിടെ നിർത്തി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും. നല്ല ബേൺ ഔട്ട് ആവുന്ന ടൈമിൽ ഇതുപോലെ ഈ ഒരു ഫോറസ്റ്റ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് 2 hours വെച്ച് ഞാൻ ഫോക്കസ് കൊടുത്താണ് ഇപ്പോൾ മാക്സിമം പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 hours ഞാൻ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യും. എന്നിട്ട് ഒരു 15 minute ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കണക്ക് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നല്ല ബേൺ ഔട്ട് ആവുന്ന ടൈമിൽ 1, 2, 3 ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവാണ്, കുറേ ടൈമർ ഇങ്ങനെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഈവൻ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പം YPTയിൽ ആക്റ്റീവ് ആവാറുണ്ട്, ഫോറസ്റ്റ് ആപ്പ് യൂസ് ചെയ്യാറുണ്ട്, ഈ ഫ്രണ്ടിലിരിക്കുന്ന ടൈമർ ഇല്ലേ അതും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ടു ഡു ലിസ്റ്റിൻ്റെ ഒരു അവസ്ഥയും. പെൻഡിങ് ആയിട്ട്, അതായത് സിലബസിന് ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് സിലബസ് നമ്മളുടെയൊക്കെ ലിസ്റ്റിലുണ്ടാവുമല്ലോ, അതിനൊരു ടു ഡു ലിസ്റ്റ് വെക്കാറുണ്ട്. വീക്ക്ലി, മന്ത്ലി എല്ലാത്തിനും ഓരോ ടു ഡു ലിസ്റ്റ് വെക്കാറുണ്ട്. ടു ഡു ലിസ്റ്റ് കൊണ്ട് എനിക്ക് പക്ഷെ ഭയങ്കര എഫക്റ്റീവായി തോന്നും. കാരണം വീണ്ടും കുറച്ച് പാടായിട്ടുള്ള സബ്ജക്റ്റ് വീണ്ടും നമ്മളങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്ക് ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഞാൻ 1 അല്ല 3 പ്രാവശ്യം പഠിച്ചിട്ടും പിന്നെയും എനിക്ക് റീകോൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് ക്ലിയർ ആവില്ല എന്ന് തോന്നുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്കുണ്ടാവുമല്ലോ, അത് തന്നെ ഞാൻ എൻ്റെ തന്നെ നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഹെഡിങ് വേറൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് മോർ ടൈം അത് കൂടുതൽ ടൈം ഞാൻ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊക്കെ കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എത്ര പഠിച്ചാലും മറന്നു പോകുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഹാങ് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ നോക്കും. പക്ഷേ ടോപ്പിക്ക് കുറേ വരുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവാറുമുണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ ടൈമും യൂസ് ചെയ്യുന്നത് റീഡിങ് റൂമാണ്. റീഡിങ് റൂം ആകുമ്പം അത്യാവശ്യം പെട്ടെന്ന് ബേൺ ഔട്ട് ആവില്ല. ബേൺ ഔട്ട് ആയാലും ചുറ്റുമുള്ളവരൊക്കെ ഇരുന്ന് കട്ടയ്ക്ക് പഠിക്കുന്ന കാണുമ്പം എനിക്കും പഠിക്കണമല്ലോ എന്നൊരു തോട്ട് വരും. അപ്പം നമ്മൾ ബാക്ക് ടു സ്റ്റഡീസിലോട്ട് ഞാൻ മൂവ് ആവാറുണ്ട്. വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി സ്പേസിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ബേൺ ഔട്ടാണ്. ആദ്യമേ എനിക്ക് YPT ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവുമായിരുന്നേ. ഇപ്പോൾ പല ടൈമിലും എക്സാമിൻ്റെ ടെൻഷനാണോ എന്നറിയില്ല, YPT ഒന്നും അത്ര അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ പലരുടെയും മുന്നിൽ ഏറ്റവും കൂടുതലുള്ളത് ആങ്സൈറ്റി ആയിരിക്കും. പഠിക്കുന്ന ടൈമിൽ ടൂ മച്ച് ബേൺ ഔട്ടായിരിക്കും. എക്സാം ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ടൈമിൽ കുറച്ച് സിലബസൊക്കെ കവേർഡ് അല്ലെങ്കിൽ എത്ര ആങ്സൈറ്റി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അത് കുറേ പേർക്ക് റിലേറ്റബിൾ ആയിരിക്കുമല്ലേ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ ആലോചിച്ച്, അതിൽ മെയിൻ കാരണം പല സിലബസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല, ഇത്രയും നാളും പഠിച്ചത് അത്ര ഓക്കെ ആയിരിക്കത്തില്ല, അങ്ങനെ കുറച്ച് തോട്ട്സിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈവൻ അതൊന്നും അല്ലെങ്കിൽ തന്നെ എക്സാം കുറച്ച് കോമ്പറ്റീറ്റീവ് ആണ്, അപ്പം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, നമ്മളെക്കാൾ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെയൊക്കെയും ഉണ്ടാവും. മേ ബി ഇതൊക്കെ തിങ്ക് ചെയ്യുമ്പം നമ്മൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുക മാത്രമല്ല, ഈ ആങ്സൈറ്റി എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് മറന്നു പോകും, ബേൺ ഔട്ട് ആവും, പിന്നെ നമുക്കൊട്ടും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. എക്സാം തൊട്ടടുത്ത് എത്തുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് പ്രൊഡക്ടിവിറ്റിയും കൺസിസ്റ്റൻസിയും തന്നെയാണ്. ബാക്കി കാര്യങ്ങളെയൊക്കെ നമുക്ക് പിന്നെ, നമ്മൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ കിട്ടും എന്നൊരു ട്രസ്റ്റ് നമുക്കിപ്പോൾ വേണം.
പഠിക്കുന്ന ടൈമിൽ കുറച്ച് ടൈം മാനേജ്മെൻറ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ്, നല്ല ബേൺ ഔട്ട് ആവും കേട്ടോ. ഇപ്പം എക്സാമിൻ്റെ ഒരു ആങ്സൈറ്റി തന്നെ ആയിരിക്കാം മേ ബി. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിന് ബ്ലോക്ക് ചെയ്യും. അതായത് ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യണം എന്നുള്ളത് ബ്ലോക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് തോന്നാറുണ്ട്. കാരണം കുറേ സിലബസൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ടൈം വെച്ച് അതിന് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ടൈമിൻ്റെ അവേഴ്സ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഫോക്കസിങ് ടൈം ഇപ്പോൾ 1 hour കറക്റ്റ് ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അവരത് എക്സാം ആകുമ്പോഴത്തേക്കെങ്കിലും ഒരു 2 hours 3 hours കണ്ടിന്യൂ ഫോക്കസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പയ്യെ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും പറ്റും. ഫോക്കസിങ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്താൽ, ഫോറസ്റ്റ് ആപ്പാണ്, ഇത് യൂസ് ചെയ്താൽ മോർ ബെറ്റർ ആയിരിക്കും കേട്ടോ. ആദ്യമേ 1 hours തുടങ്ങുക, 2 hours ആക്കുക, 3 hours ആക്കുക. അങ്ങനെ നമ്മൾ ഒട്ടും ബേൺ ഔട്ട് ആവാതെ ഡീപ്പ് ഫോക്കസിൽ 1 subject തന്നെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒട്ടും ബേൺ ഔട്ട് ആവാതെ നമ്മളുടെ ഒരു ജേർണിയിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. എത്ര ബേൺ ഔട്ട് ആയാലും നമുക്ക് നമ്മളോടുള്ള വിശ്വാസം മതി നമ്മളുടെ ഈ ഒരു ജേർണി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ.